ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങാച്ചോറും ചിക്കൻ കറിയും. അതിലേക്കായിട്ട് 2 സവാളയും പിന്നെ തേങ്ങാപ്പാൽ. ഇവിടെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. ആദ്യം തന്നെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ, ഞാൻ പറഞ്ഞല്ലോ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തേങ്ങാപ്പാൽ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വച്ച സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും. പിന്നെ ഒരു ക്യാരറ്റ്, 2 തക്കാളി, ഒരു 2 പച്ചമുളക്, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ഗ്ലാസ് അരി കഴുകിയെടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. എന്നിട്ട് ഈ കഴുകിയ അരി അതിനകത്തോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് കുക്കർ അങ്ങ് അടയ്ക്കുക. കുക്കർ അടച്ച് ഒരു 3 വിസിൽ. അടുത്തത് നമ്മൾ തേങ്ങാച്ചോറിന് വേണ്ടിയുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേട്ട് ആവശ്യമായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കട്ട വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മല്ലിയില, പിന്നെ ഒരു 2 തക്കാളി. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിർബന്ധമാണല്ലോ. അപ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ പേസ്റ്റ് അങ്ങ് ഉണ്ടാക്കുക. സവാള വഴറ്റാനായിട്ട് ഇവിടെ ഒരു ഈസി മെത്തേഡാണ് ചെയ്യണം. അതായത് നമ്മളൊരു കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് ഇത് അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ടൊരു 2 വിസിൽ. നമ്മൾ കുറച്ച് ചെറുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ അങ്ങ് മിക്സ് ആക്കാൻ കൊടുത്തേക്കട്ടോ. ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും ഇടാൻ മറക്കല്ലേ. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തേക്ക്. പക്ഷെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ഇല്ലേ, അത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണ്ട. ഞാനിവിടെ മിക്സ് ചെയ്യണ്ട, പക്ഷെ മിക്സ് ചെയ്യണ്ട, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആവശ്യാനുസരണം 2 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ: മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 2, ചിക്കൻ മസാല 2 ടീസ്പൂൺ. എന്നിട്ട് നമ്മളൊരു ചീൻചട്ടി അങ്ങ് എടുക്കുക. ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയും ഇടുക.
എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മസാലക്കൂട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കറിയാലോ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. ഈ മസാലയിലോട്ട് നേരത്തെ നമ്മൾ വാട്ടി വെച്ച സവാള പേസ്റ്റുകളൊക്കെ അല്ലേ മിക്സ്, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ, കഴുകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കാൻ നന്നായിരിക്കും. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഈ മസാലക്കൂട്ട് കൂടി നന്നാക്കി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ നമുക്കറിയാലോ, തേങ്ങാച്ചോറും ചിക്കൻ കറിയും സലാഡും അടിപൊളി തോന്നണം. എന്നിട്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കുക. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗായ്സ്, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, നല്ല നാടൻ ചിക്കൻ കറി റെഡി. നമ്മുടെ തേങ്ങാച്ചോറും റെഡി ആയിട്ടിരിക്കുന്നു ഗായ്സ്. തേങ്ങാച്ചോറ്, നല്ല വരട്ടിയ ചിക്കൻ കറിയും സലാഡും പിന്നെ അച്ചാറും അടിപൊളി കോംബോയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടമാവും.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ബൈ.